BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. UDF ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തും. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധി. UDF അധികാരത്തിൽ വന്നാൽ റബ്ബർ വില 250 ഉയർത്തുമെന്ന് രാഹുൽ ഗാന്ധി. കോട്ടയത്തെ പുതുപ്പള്ളി മണ്ഡലത്തിലെ UDF പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാണ്ടി ഉമ്മനും KC വേണുഗോപാലും ഒപ്പമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൽ റബ്ബർ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. ലാറ്റക്സിന്റെ നാട് എന്നാണ് കോട്ടയം അറിയപ്പെടുന്നത്. ഇടതുപക്ഷം റബ്ബർ കർഷകർക്ക് 250 രൂപയാകുമെന്ന് പറഞ്ഞു. എന്നാൽ ആ വാഗ്ദാനം പാലിക്കുവാൻ സർക്കാരിന് സാധിച്ചില്ല. UDF ഇതുപോലെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകില്ല. അതുകൊണ്ട് അധികാരത്തിൽ വന്നാൽ ആദ്യ തീരുമാനം റബ്ബർ വില 250 ഉയർത്തുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. FCRA നിയമ ഭേദഗതിയിൽ നിന്നും പിന്തിരിയണം. പ്രധാനമന്ത്രിക്ക് കത്തയച്ച മുഖ്യമന്ത്രി. വിദേശ സംഭാവന സ്വീകരിക്കൽ നിയന്ത്രണ നിയമം ഭേദഗതി വരുത്തുന്നതിനുള്ള ബില്ലിലെ ചില വ്യവസ്ഥകൾ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും വിവിധ മതവിഭാഗങ്ങൾ നടക്കുന്ന ധർമ്മസ്ഥാപനങ്ങൾക്കിടയിലും വലിയ ആശങ്ക ഉയർത്തിയിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ ഈ ഭേദഗതിയുമായി മുന്നോട്ടു പോകുന്നതിൽ നിന്നും പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. കനത്ത ചൂടിന് ആശ്വാസം. കേരളത്തിൽ വേനൽ മഴ ശക്തമാകുന്നു. വരുന്ന 4 ദിവസം വ്യാപക മഴ ലഭിക്കും. കേരളത്തിൽ വേനൽ മഴ ശക്തമാകുന്നു. മഴ മുന്നറിയിപ്പ് പുതുക്കി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. വരുന്ന 4 ദിവസത്തേക്ക് വ്യാപക മഴ ലഭിക്കും. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വയനാട്ടിൽ LDF സർക്കാർ ടൌൺഷിപ്പ് പണിതു. പക്ഷേ UDF എത്ര രൂപ പിരിച്ചു എന്നതിൽ പോലും കൃത്യതയില്ല. ബൃന്ദ കാരാട്ട്. സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിലുണ്ടായതെന്ന് ബൃന്ദ കാരാട്ട്. കേന്ദ്ര അവഗണന മറികടന്നാണ് കേരളത്തിൽ വികസനങ്ങളുണ്ടായത്. കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ അജണ്ട നടപ്പിലാക്കുന്നു. പക്ഷേ അത് കേരളത്തിൽ നടപ്പാവാത്തത് ഇവിടെ ശക്തമായ ഇടതുപക്ഷം ഉണ്ടായതുകൊണ്ടാണ്. നിയമങ്ങൾ പോലും ബുൾഡോസ് ചെയ്ത് നടപ്പിലാക്കുന്നു. ന്യൂനപക്ഷങ്ങൾ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായി. FCRA ബില്ലിനെപ്പറ്റി മോദി ഒന്നും പറയുന്നില്ല. അദ്ദേഹം 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്: അദാനി, അംബാനി, അമേരിക്ക എന്നും അവർ വിമർശിച്ചു. ധനരാജ് രക്തസാക്ഷി ഫണ്ട് മുൻ ഏരിയ സെക്രട്ടറിയുടെ അക്കൌണ്ടിലേക്ക് മാറ്റി തെളിവ് പുറത്തുവിട്ട് വി കുഞ്ഞികൃഷ്ണൻ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് മുൻ ഏരിയ സെക്രട്ടറിയുടെ അക്കൌണ്ടിലേക്ക് മാറ്റിയതിന്റെ തെളിവ് പുറത്തുവിട്ട് പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ 5 ലക്ഷം രൂപ വ്യക്തിഗത അക്കൌണ്ടിലേക്ക് മാറ്റിയതിന്റെ ബാങ്ക് രേഖകളാണ് പുറത്തുവിട്ടത്. കൂടുതൽ തെളിവുകൾ പുറത്തുവിടേണ്ടി വരുമെന്നും വി കുഞ്ഞികൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ തെളിവുകൾക്കെതിരെയും ആശ്രിതരെ വെച്ച് ന്യായീകരണവുമായി ഈ സംഘം എത്തുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏത് ന്യായീകരണങ്ങൾക്കും മേലെയാണ് സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന സത്യമെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വയനാട് ദുരന്തനിധി ഒരു ആപ്പ് വെച്ച് പണം സ്വരൂപിച്ചു. ആ അക്കൌണ്ടിൽ നിന്നും 1 രൂപ മാറിയിട്ടില്ല. പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കും KPCC പ്രസിഡന്റിനും VD സതീശൻ. വികസന വിഷയങ്ങളിൽ സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം പറയുന്ന സ്ഥലത്തും സമയത്തും സംവാദമാകാം. 24 മണിക്കൂറിന് മുൻപ് പറഞ്ഞാൽ മതി. നിയമസഭയിൽ ഗവൺമെന്റ് എതിരായി അതിശക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ശബരിമല വിഷയത്തിലാണ് സമരം ചെയ്തത്. ലൈഫ് മിഷനെ കുറിച്ച് യമണ്ടൻ നുണ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. 4,43,000 വീടുകൾ പണിതന്ന രേഖകൾ കൊണ്ട് ഞങ്ങൾ തെളിയിച്ചുവെന്നും VD സതീശൻ ആരോപിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ MLC സ്ഥാനം രാജിവെച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജി ഉടൻ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ MLC സ്ഥാനം രാജിവെച്ചു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെയാണ് രാജി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിയുടൻ ഉണ്ടാകുമെന്ന് JDU അറിയിച്ചു. പുതിയ മുഖ്യമന്ത്രിയെ BJP ഉടൻ കണ്ടെത്തും. ബീഹാറിന് പുതിയ മുഖ്യമന്ത്രിയായി BJPയിൽ നിന്നും ആരെങ്കിലും എത്തുമോ എന്നതാണ് ആകാംക്ഷ നിറയ്ക്കുന്നത്. BJPയുടെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൂടുതൽ. ബീഹാറിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് BJP മുഖ്യമന്ത്രി എത്തുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.